ഹലോ, നമ്മളിന്ന് പോകുന്നത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റൂമോ ഒന്നും ബുക്ക് ചെയ്തിട്ടല്ല പോയത്. പക്ഷേ നമുക്ക് ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിനടുത്ത് തന്നെയായിട്ട് നമുക്ക് ഒരു റൂം കിട്ടുകയാണ് ചെയ്തത്. അതായത് ഒരു ലോഡ്ജ് കിട്ടി. വളരെ വൃത്തിയുള്ള നല്ല ക്വാളിറ്റിയുള്ള റൂമായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തി ഒന്ന് ഫ്രഷ് ആകാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 7 മണി, രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. ലോഡ്ജിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ദേവലോകത്തു നിന്നും ഒരു മിഴാവ് ഇവിടെ വന്ന് വീണെന്നും ദേവി മൃദംഗ രൂപത്തിൽ ഇവിടെ സ്വയംഭൂവായി ഉയർന്നു വന്നെന്നും ആ ചൈതന്യത്തെ പരശുരാമൻ ആവാഹിച്ചാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതുമെന്നുമാണ് ഇവിടെ ഐതിഹ്യം. നിസ്വാർത്ഥമായ ഭക്തിയോടുകൂടി എല്ലാ ദിവസവും ഇവിടെ വന്ന് നേവിളക്കേന്തി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും, മനസ്സൊരുക്കി പ്രാർത്ഥിച്ച എന്ത് അസാധ്യമായിട്ടുള്ള കാര്യമാണെങ്കിലും അത് സാധിക്കും, നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസം. കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചത് ഈ ക്ഷേത്രസന്നിധിയെ വെച്ചിട്ടാണ്. കഥകളിയുടെ ഉത്ഭവം ഇവിടെ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തമ്പുരാൻ ഈ കഥകളിയിൽ വേഷവിധാനം ചിട്ടപ്പെടുത്താനായി ശ്രമിച്ചപ്പോൾ സ്ത്രീവേഷം അദ്ദേഹത്തിന് വേണ്ട വിധം മനസ്സിൽ തോന്നിയില്ല. അപ്പോൾ ഇവിടെ തന്നെ അദ്ദേഹം ധ്യാനനിരതനായിട്ട് പിന്നീട് ക്ഷേത്രക്കുളത്തിൽ ദേവി തന്നെ അദ്ദേഹത്തിന് ആ രൂപം പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതും ഇവിടുത്തെ ഒരു ചരിത്രമാണ്. അപ്പോൾ ഇന്നും ഈ സ്ത്രീവേഷം തന്നെയാണ് കഥകളിയിൽ ഒരു മാറ്റവും വരുത്താതെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ ക്ഷേത്രത്തിലെ വിവിധ വഴിപാടുകളും അതിൻ്റെ നിരക്കുകളും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. കേരളസിംഹം വീരപഴശ്ശിരാജയുടെ കുലദേവതാ ക്ഷേത്രമാണ് ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. പുകൾപെറ്റ മൃദംഗശൈലേശ്വരി ദേവി സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ഭിന്ന ഭാവങ്ങളിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. നാം ഏത് ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നോ ആ ഭാവത്തിൽ നമ്മൾ പ്രസാദിക്കുമെന്നാണ് സാരം. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് നമ്മളവിടെ ക്ഷേത്രത്തിലെത്തിയത്. അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ ലഭ്യമാണ്. ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. അതുപോലെ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ ഇവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ റൂട്ട് വഴി നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തണം. കാരണം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് നമ്മളിവിടെ വന്ന് തൊഴുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സമീപ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളുടെ വിവരങ്ങളാണിത്.